ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങളെ ഏവരെയും വീണ്ടും വരുമെന്ന് അരുളിച്ചെയ്ത് ഉദ്യതനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാത വചനത്തിലേക്ക് വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് വിഷയമായിക്കൊണ്ടിരിക്കുന്നത് നിത്യജീവൻ ലഭിക്കുന്നത് എങ്ങനെ എന്നതാണ്. നമ്മുടെ പിതാക്കന്മാരിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത് ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകുന്നവർക്ക് ലഭിക്കുന്ന നിത്യജീവനെക്കുറിച്ചുള്ള വ്യക്തമായ ബോധ്യം അവർക്കുണ്ടായിരുന്നു എന്നതാണ്. മരണത്തിനും ശവക്കുഴിക്കും അപ്പുറത്തുള്ള നിത്യ സ്വർഗത്തെക്കുറിച്ചുള്ള കൃത്യമായ ധാരണ അവർക്ക് ഉണ്ടായിരുന്നു. ഒരിക്കൽ തൻ്റെ ശിഷ്യനായ പത്രോസ് യേശുവിനോട് ചോദിക്കുന്നു. അത് എന്താണെന്ന് നമുക്ക് ഒന്ന് നോക്കാം. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 19-ാം അധ്യായം 27-ാം വാക്യം. പത്രോസ് അവനോട്, ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചുവല്ലോ, ഞങ്ങൾക്ക് എന്ത് കിട്ടും എന്ന് ചോദിച്ചു. മറുപടിയായി യേശു പറഞ്ഞത് 28-29 വാക്യങ്ങൾ. യേശു അവരോട് പറഞ്ഞത്, എന്നെ അനുഗമിച്ചിരിക്കുന്ന നിങ്ങൾ പുനർജനനത്തിൽ മനുഷ്യപുത്രൻ തന്നെ തൻ്റെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളും 12 സിംഹാസനത്തിൽ ഇരുന്ന് ഇസ്രായേൽ ഗോത്രം 12-നും ന്യായം വിധിക്കും എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. എൻ്റെ നാമനിമിത്തം വീടുകളെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ അപ്പനെയോ അമ്മയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടുകളഞ്ഞവന് എല്ലാം 100 മടങ്ങ് ലഭിക്കും, അവൻ നിത്യജീവനെയും അവകാശമാക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. ശ്ലീഹന്മാരോട് ഇത് പറഞ്ഞുവെങ്കിൽ നമ്മോട് എന്താണ് പറയുന്നതെന്ന് നമുക്ക് ഒന്ന് നോക്കാം. വിശുദ്ധ മർക്കോസ് എവൻഗേലിയോസ്തായുടെ രക്ഷാസുവിശേഷം 10-ാം അധ്യായം 29-30 ഭാഗം നമുക്ക് ഒന്ന് നോക്കാം. അതിന് യേശു, എൻ്റെ നിമിത്തം സുവിശേഷം നിമിത്തവും വീടോ സഹോദരന്മാരെയോ സഹോദരികളെയോ അമ്മയെയോ അപ്പനെയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടാൽ ഈ ലോകത്തിൽ തന്നെ ഉപദ്രവങ്ങളോടും കൂടെ 100 മടങ്ങ് വീടുകളെയും സഹോദരന്മാരെയും സഹോദരികളെയും അമ്മമാരെയും മക്കളെയും നിലങ്ങളെയും വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനെയും പ്രാപിക്കാത്തവൻ ആരുമില്ല എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിത്യജീവന് അവകാശമുള്ള ആളുകൾ വളരെ ചുരുക്കമാണ് ഉള്ളത്. എന്നാൽ നിത്യ നരകത്തിന് അവകാശമുള്ളവർ ഒരു സമൂഹം തന്നെ ഉണ്ട് എന്നാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, നിങ്ങൾ ദാസന്മാരായി അനുസരിപ്പാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും നിങ്ങൾ അനുസരിച്ചു പോരുകയും ചെയ്യുന്നവന് ദാസന്മാരാകുന്നുവെന്ന് അറിയുന്നില്ലയോ? ഒന്നുകിൽ മരണത്തിനായി പാപത്തിന്റെ ദാസന്മാർ, അല്ലെങ്കിൽ നീതിക്കായി അനുസരണത്തിന്റെ ദാസന്മാർ തന്നെ എന്ന് ഇവിടെ പറയുന്നു. നാം ആരെ അനുസരിക്കുന്നുവോ അതനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുക. നാം പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിൻ്റെ ദാസന്മാരായി തീർന്നാൽ ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിൻ്റെ അന്ത്യം നിത്യജീവനും ആകുന്നുവെന്ന് റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 22-ൽ പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ പറഞ്ഞിട്ടുണ്ട്. പാപത്തിൻ്റെ ദാസൻ തന്നെ അശുദ്ധമാക്കി സമർപ്പിക്കുന്നു. അതിൻ്റെ ഫലമോ ലജ്ജയാകുന്നു, അവസാനമോ മരണം, പിന്നെ നിത്യ നരകമായിരിക്കും. എന്നാൽ ദൈവത്തിൻ്റെ ദാസൻ തന്നെ വിശുദ്ധീകരണത്തിലും നീതിക്കുമായി സമർപ്പിക്കുന്നു. അതിൻ്റെ ഫലമോ വിശുദ്ധീകരണം പ്രാപിച്ച് നിത്യജീവനിലേക്ക് കടന്ന് നിത്യസ്വർഗത്തിൽ അവകാശി ആയിത്തീരുന്നു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അങ്ങനെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി നമ്മുടെ പിതാക്കന്മാർ നമ്മെ കാണിച്ചു തന്നതായ ആ പാതയിലൂടെ നാം യാത്ര ചെയ്യുന്നുവെങ്കിൽ, നമ്മുടെ രക്ഷിതാവിനെ മുമ്പിൽ നമ്മളെ തന്നെ സമർപ്പിക്കുന്നുവെങ്കിൽ ദൈവം നമുക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും തരും. അതിനായി നാം ചെയ്യേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഇടവിടാതെ പ്രാർത്ഥിക്കുകയും കിട്ടിയതായ കൃപാവരങ്ങൾക്ക് വേണ്ടി സ്തോത്രം ചെയ്യുകയാണ് വേണ്ടത്. അതിന് ദൈവം നമ്മളെ എല്ലാവരെയും ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.